ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ചിന്തു സാർ, പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങളെ, കേരളത്തിന്റെ സ്പന്ദനങ്ങളായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വാതന്ത്ര്യ പ്രസംഗം തന്നെ ഒരു നല്ല സന്ദേശമായി മാറുമ്പോൾ ഈ സന്ദേശത്തിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് വളരെ വളരെ ഒരു ചോദ്യചിഹ്നമാണ്. എന്നിരുന്നാലും ഒരുപാട് സന്ദേശങ്ങൾ കേട്ട അല്ലെങ്കിൽ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്ന കലാലയ ജീവിതത്തിൽ ചില സമയത്ത്, സ്വാതന്ത്ര്യ ദിനം പോലെയുള്ള ചില സമയത്ത് നമ്മളെ തന്നെ ഒന്ന് പരിമപ്പെടുത്തിയിരിക്കാനും ഒരു ലിസണിംഗ് കപ്പാസിറ്റിയൊക്കെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ചില സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സ്വാതന്ത്ര്യ ദിനമാണ്, ഇന്ന് ഒരു സന്ദേശം പറയണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ രാവിലെ തൊടുപുഴയിൽ നിന്ന് ചിന്തു സാറുമായിട്ട് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് പോരുമ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ചിന്തു സാറിനോട് പറഞ്ഞു, ചിന്തു സാറേ, 2 കോട്ടുകളൊക്കെ എടുത്ത് ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ, കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്തു സാറ് കുറച്ച് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ കോട്ടുകളൊക്കെ എടുത്ത് എന്നോട് പറഞ്ഞു. എല്ലാം പറയുമ്പോൾ എന്തിനെക്കുറിച്ച് പറയണമെന്നും എങ്ങനെ പറയണമെന്നും ആലോചിച്ചപ്പോൾ ചിന്തു സാറ് പറഞ്ഞു, ഒരു ഉപദേശം തന്നു. മതത്തെ തൊട്ട് കളിക്കണം, രാഷ്ട്രീയത്തെ തൊട്ട് കളിക്കണം. അങ്ങനെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ ഒന്നിനെക്കുറിച്ചും സ്വാതന്ത്ര്യത്തോടെ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത്. മതത്തെ പറഞ്ഞാൽ അത് പ്രശ്നം, രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നം, രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നം. ഒന്നിനെക്കുറിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം. വികസിത ഇന്ത്യ എന്നുള്ള സങ്കല്പങ്ങളെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് വികസിത ഇന്ത്യ ആകാൻ വേണ്ടിയുള്ള ആ ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ദിവസത്തിൽ പേരിനെങ്കിലും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരിടണം, അല്ലേ? അപ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആൻഡമാൻ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അല്ലെ? ആൻഡമാനിലെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൽ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങി. അവിടെ പോർട്ട് ബ്ലെയറിൽ സെല്ലുലാർ ജയിൽ എന്ന് പറയുന്ന ഒരു ജയിലുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ കൊണ്ടുപോയി ജയിലിലാക്കിയിരുന്ന സെല്ലുലാർ ജയിൽ. നമ്മൾ കാലാപാനി സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാലാപാനി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ആ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സെല്ലുലാർ ജയിൽ. ആ സെല്ലുലാർ ജയിലിലേക്ക് ഞങ്ങൾ നടന്നു. സെല്ലുലാർ ജയിലിന്റെ അഴികളും അവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇട്ടിരുന്ന സ്ഥലങ്ങളും ഒക്കെ കണ്ടു. അതിനുശേഷം അതിന് പുറത്ത് ഒരു മ്യൂസിയം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമുണ്ട്. ഈ സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു മ്യൂസിയം. ആ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ അടക്കിയിരുന്ന സെല്ലുലാർ ജയിലിന്റെ ഓരോ സെല്ലുകളും ഒരു ഏടുകൾ പോലെ മറിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ, സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ അടുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പറ്റം ആൾക്കാരെ സ്വന്തം വീടും സ്വന്തം മക്കളും ഭാര്യയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുത്ത ഒരു പറ്റം ആൾക്കാരെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ, അവരെയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരുത്താൻ, അതൊന്നും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അവരെയൊക്കെ കൊണ്ടുപോയി ഒരു തരത്തിലും മറ്റുള്ളവരുമായ ഒരു ടച്ച് വരാതിരിക്കാൻ വേണ്ടി അവരുടെ ആശയങ്ങളോ അവരുടെ സാന്നിധ്യമോ നാടിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ജയിലിലടച്ച ഇടങ്ങൾ, അതിന്റെ ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ അതിന് പിന്നിൽ സ്വതമുഖമായ ഒരു കഥയുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കഥ.
നമ്മുടെ മാപ്പിള ലഹരയൊക്കെ നടന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുപോയി അവിടെ ഇട്ടിരുന്ന കഥ. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന ഐഡിയ എന്തായിരുന്നു? ഇന്ത്യയെ വിഭജിച്ചു ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ. ഇന്ത്യയെയും ഇന്ത്യക്കാരെയും വിഭജിച്ചു ഭരിക്കുക. ആ വിഭജനത്തിൽ നിന്നാണ് അവരുടെ സാമ്രാജ്യത്തിന്റെ ബലിഷ്ഠതയെ നമ്മുടെ മുമ്പിലേക്ക് പ്രതിഷ്ഠിച്ചത്. ആ വിഭജനം ഇവിടെ സാധ്യമാക്കിയത് ഇങ്ങനെ നമ്മളെ ഒരുമിപ്പിച്ചു നിർത്തുന്നതിനെയൊക്കെ പറിച്ച് മാറ്റി കളഞ്ഞുകൊണ്ടായിരുന്നു. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നുണ്ടാവും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കുറേ ധീരദേശാഭിമാനികളുണ്ട്, സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ചിലപ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന വാക്ക് ആരുടെ ആയിരിക്കും? ഓഫ് കോഴ്സ് ഗാന്ധിജി എന്നൊക്കെ തന്നെയായിരിക്കും. ഗാന്ധിയൻ ഫിലോസഫി ഇന്ന് എത്ര പ്രസക്തമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടാവും. അതൊന്നും പറയാനുള്ള അവകാശം നമുക്കില്ല. കാരണം ഗാന്ധിയൻ ഫിലോസഫിയെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഗാന്ധിജി ഒരു ഫിലോസഫർ ആണോ എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും. ഞാനിത് പറയുമ്പോൾ ഇവർ റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്. എത്രത്തോളം ക്രൂഷ്യലാണെന്ന് എനിക്കറിയാം. ഗാന്ധി പ്രൊഫഷണൽ ഫിലോസഫർ ആയിരുന്നില്ല. ഒരു ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് ലോജിക്ക് വെച്ചിട്ടൊന്നുമല്ല ഗാന്ധിജി സംസാരിച്ചിരുന്നത്. ഗാന്ധിജിയുടെ ആശയങ്ങളെ, സത്യാന്വേഷണ പരീക്ഷണങ്ങളെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഗാന്ധിജി ഒരിക്കലും ഒരു പ്രൊഫഷണൽ തിങ്കർ ആയിരുന്നില്ല, പ്രൊഫഷണൽ ഫിലോസഫറും ആയിരുന്നില്ല. പക്ഷെ ഗാന്ധിയൻ ഫിലോസഫിയെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഗാന്ധിയൻ ഫിലോസഫിയെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നുണ്ട്. എങ്ങനെയാ ഗാന്ധി ഫിലോസഫർ ആകുന്നത്? ഗാന്ധിജി ഒരു ഓർഗാനിക് തിങ്കർ ആണെന്ന് ഞാൻ പറയും. ഓർഗാനിക് തിങ്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായോ? ഓർഗാനിക് തിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പാകപ്പെടുത്തിയെടുത്തിയ ജീവിത ചിന്തകളെ നമുക്ക് പങ്കുവെക്കുന്നയാള്. ഗാന്ധിജി സത്യാന്വേഷണ പരീക്ഷണങ്ങളായിരുന്നു നടത്തിയിരുന്നത്. സ്വന്തം അനുഭവങ്ങളിലൂടെ ആർജിച്ചെടുത്തതായിരുന്നു നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ 1900 കഴിഞ്ഞിട്ടുള്ള 1900 വരുന്ന ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഗാന്ധി എന്തുകൊണ്ടാണ് ഇത്രയും സ്വീകാര്യനായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, മതാധിഷ്ഠിത ഒരു ദേശീയതയുണ്ട്, മതത്തിൽ അധിഷ്ഠിതമായ ഒരു നാഷണൽ സ്പിരിറ്റ്, റിലീജിയസ് സ്പിരിറ്റ്. മതാധിഷ്ഠിത രാഷ്ട്രീയ ചിന്തകളെയൊക്കെ മാറ്റിയിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി നിന്ന, സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരമായി അതിലൂടെ ജീവിച്ച ഒരു അർത്ഥനഗ്നനായ ഭഗീരനായിരുന്നു ഗാന്ധിജി. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. മതത്തിൽ അധിഷ്ഠിതമായി ചിന്തിച്ചിരുന്ന ഒരു നാടായിരുന്നു നമ്മുടേത്. അങ്ങനെ ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. മതത്തിൽ അധിഷ്ഠിതമായിട്ട് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡഡ് ആയിരുന്നു. ഒരു കടലിന്റെ പേരില്, ഒരു പുഴയുടെ പേരില്, നാടിന്റെ പേരില്, സംസ്കാരത്തിന്റെ പേരില്, ഭാഷയുടെ പേരില് ഒക്കെ നമ്മൾ ഡിവൈഡ് ആയിരുന്നു. നമ്മുടെ രാജ്യം എന്തിനേറെ പറയുന്നു, നമ്മുടെ കേരളം പോലും അങ്ങനെ ഡിവൈഡ് ആയിട്ട് കടന്നിരുന്ന സ്ഥലമായിരുന്നു, വിഭജിതമായിരുന്നു കടന്ന സ്ഥലമായിരുന്നു. നിങ്ങൾ മലബാറിൽ നിന്നൊക്കെ വന്നവര് കേട്ടിട്ടുണ്ടായിരുന്നു, പണ്ട് കോരപ്പുഴ വിലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. കോരപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട്. ഇപ്പൊ അതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. കോരപ്പുഴ എന്ന് പറഞ്ഞ് മലബാറിലെ കോഴിക്കോടിനെയും കണ്ണൂരിനെയും വിഭജിക്കുന്ന ഒരു പുഴയുണ്ട്. കോരപ്പുഴ വിലക്കെന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ളവന് കണ്ണൂർ പോയി വിവാഹം കഴിക്കാൻ പാടില്ല, കോഴിക്കോടുള്ളവൻ കണ്ണൂരിന് പോയി കഴിഞ്ഞാൽ അത് അവൻ വിലക്കപ്പെടണമെന്ന് വിചാരിച്ച അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ, ഞാൻ പറയുന്നത് പണ്ട് കടല് കടന്നു പോകരുത് എന്ന് പറയുന്ന ഒരു സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അതിനും അപ്പുറത്ത് നമ്മുടെ കൊച്ചു കേരളത്തെ പോലും ഇങ്ങനെയുള്ള വിലക്കുകളുടെ പേരിൽ വിഭജിച്ചിരുന്നതാണ്. ഇങ്ങനെ ഡിവൈഡഡ് ആയിട്ട് കടന്നിരുന്ന ഒരു നാടിനെ ഒന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് മതത്തിന് പറ്റുമോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നുണ്ട്. മതത്തിന് പറ്റില്ല. മറിച്ച് ഗാന്ധിജി പറഞ്ഞു, സാധാരണക്കാരന്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതെങ്ങനെയാണ് ഗാന്ധിജി സാധ്യമാക്കിയത്? ഗാന്ധിജി കൊണ്ടുവന്ന ഓരോ മൂവ്മെന്റ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാറാം. സിവിൽ ഒബീഡിയൻസ്, ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ഒക്കെ ഗാന്ധിജി ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ്. നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം, ഒരു നേതാവ് നിയമത്തെ ലംഘിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഗാന്ധിജി അതിനകത്ത് അതിന് കൊടുക്കുന്ന ഒരു ജസ്റ്റിഫിക്കേഷൻ എങ്ങനെയായിരുന്നു? നിയമലംഘനം എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. നിയമം ലംഘിക്കപ്പെടുന്നത് അത് നീതിരഹിതമാകുമ്പോഴാണ്. നിയമം ലംഘിക്കപ്പെടുന്നത് അത് നീതിരഹിതമാകുമ്പോഴാണ്. നമ്മുടെ നാട്ടില്
നമ്മൾ നിയമത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിയമത്തിന്റെ പേരിലൊക്കെ നമ്മൾ ജീവിക്കുമ്പോഴും നീതി എന്ന് പറയുന്ന വലിയൊരു തത്വത്തെ ഗാന്ധിജി അവിടെ ഉയർത്തിക്കാട്ടുകയാണ്. അത് കഴിഞ്ഞ് ഗാന്ധിജി പറയുന്നുണ്ട് സ്വദേശി പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹം, കർഷകന് അവന് അവകാശപ്പെട്ട വില കൊടുക്കുക, വിളയ്ക്കു വില. ഇതൊക്കെ മതത്തിന് പാരലായിട്ട് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ഒപ്പിയെടുത്ത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ സാംശീകരിച്ച് രൂപപ്പെടുത്തിയ ഒരു ദേശീയത. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച മക്കളെ, നമുക്കറിയില്ല. മഹാഭാരതം എന്ന് പറയുന്ന വലിയ പുരാണമുണ്ട് അല്ലെ നമുക്ക്. മഹാഭാരതത്തിന്റെ ആദ്യത്തെ ഒരു തർജിമ നടത്തിയത് ആരാണ്, ഏത് ഭാഷയിലാണെന്ന് നിങ്ങൾക്കറിയാം? എനിബഡി? ആർക്കാ പറയാൻ പറ്റുന്നേ? പറയുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. കൈ പൊക്കിയിട്ട് പറ. മഹാഭാരതത്തിന്റെ ആദ്യത്തെ തർജിമ നടത്തിയത് അക്ബറാണെന്നും അത് പേർഷ്യൻ ഭാഷയിലാണെന്നും നമുക്ക് എത്ര പേർക്ക് അറിയാം? അറിയാവുന്നൊരു കഴിവ് അറിയില്ല. അക്ബർ ആരായിരുന്നു, ഏത് മതസ്ഥരാണെന്ന് നമുക്കറിയാം. പേർഷ്യൻ ഭാഷ ഏത് മതസ്ഥരുടേതാണെന്ന് നമുക്കറിയാം. ഇങ്ങനെയൊരു സംസ്കാരത്തിലാണ് നമ്മൾ മതാധിഷ്ഠിത ദേശീയതയെ കുറിച്ചൊക്കെ സാധാരണ ഇപ്പൊ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മതാധിഷ്ഠിത ദേശീയത എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും ആരും ഇൻക്ലൂസീവ് അല്ല. എപ്പോഴും ഞാനൊരു മതത്തിന്റെ പേരിൽ ഒരുപോലെ ഒരുമിച്ച് നിർത്തുമ്പോൾ അവിടെ ഒരു എക്സ്ക്ലൂഷൻ ഉണ്ട്. ഞാനൊരു മറ്റു ആൾക്കാരെ ഒഴിവാക്കുന്നുണ്ട്. അവിടെ ഒരു തീവ്രതയുണ്ട്. അതുകൊണ്ടാണ് ടാഗോറൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ഒരു കാര്യമുണ്ട്. ടാഗോർ പറയുന്നുണ്ട്, എവരി നാഷണലിസ്റ്റ് മൂവ്മെന്റ്, നാഷണലിസം എന്ന് പറയുന്നത് നമ്മൾ വരുമ്പോൾ അത് മതാധിഷ്ഠിതമാകുമ്പോൾ അവിടെ ഒരു എക്സ്ക്ലൂസിവിറ്റി വരും. ആരെങ്കിലും ഒക്കെ ഒഴിവാക്കാതെ നമുക്കതൊന്നും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ വികസിത ഇന്ത്യ എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സംസ്കാരമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളൊന്ന് ഓർക്കണം, ഇങ്ങനെ ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചപ്പോൾ ഈ ഗാന്ധിജിയെ ബ്രിട്ടീഷുകാരല്ല ആണോ? ഞാനൊരു മതവിശ്വാസിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നയാളാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയെ തന്നെ മതത്തിന്റെ പേരിൽ കൊല്ലുകയാണ്. ഞാനൊരു മതവിശ്വാസിയാണെന്ന് ഏറ്റു പറഞ്ഞ ആളാണ് ഗാന്ധിജി. എന്നാൽ മതം എനിക്ക് പ്രശ്നമല്ല, ഞാനൊരു മതവിശ്വാസി അല്ല എന്ന് പറഞ്ഞ നെഹ്റുവിനെ ആരും കൊന്നില്ല. നമ്മളൊന്ന് ആലോചിക്കണം. ഒരു മതവിശ്വാസിയാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം യഥാർത്ഥ മതവിശ്വാസവും ആഴത്തിലുള്ള ദർശനങ്ങളും ഒരു മനുഷ്യനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യനാക്കുന്നു. അവന് മറ്റുള്ളവരെയും കൂടി ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ദാർശനികമായ ഒരു നെഞ്ചുറപ്പ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അത് നമ്മുടെ നാടിന് പറ്റില്ലായിരുന്നു. ഇത്രയും വലിയ സമരങ്ങൾ നടത്തിയപ്പോൾ തോക്കിന് മുമ്പിലേക്ക് ഗാന്ധിജി നടന്നു വന്നപ്പോൾ ബ്രിട്ടീഷുകാരനൊന്ന് കാഞ്ചി വലിച്ചാൽ മതി. അവൻ ചെയ്യാത്തത് നമ്മൾ ചെയ്തെങ്കിൽ നമ്മളറിയാം. നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടേണ്ട ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കണം മക്കളെ. വികസിത ഇന്ത്യ ഇന്ന് 5ാമത്തെ വലിയ വികസിത രാജ്യമാണ് നമ്മൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. 5ാമത്തെ വികസിത രാജ്യം നമ്മൾ റഷ്യയെ പിന്തള്ളി. ജർമ്മനിയെയും ജപ്പാനെയും ഞങ്ങൾ 2030 ആകുമ്പോൾ പിന്തള്ളും, 3ാം സ്ഥാനത്തേക്ക് കയറും എന്നൊക്കെ നമ്മൾ ഘോരം പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, പോവർട്ടി ഇൻഡെക്സിൽ ഇന്ത്യ 107ാം സ്ഥാനത്താണ്. 107ാം സ്ഥാനത്താണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ വന്നാൽ ഇന്ത്യ 150നും അപ്പുറത്താണ്, പുറകോട്ടാണ്. ഇതല്ല നമ്മുടെ വികസനം, വികസിത രാജ്യം എന്ന് പറയുന്ന സങ്കല്പം. നമ്മളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഇപ്പൊ ഇവിടെ പറഞ്ഞ യുവത്വത്തെ കൂട്ടിപ്പിടിക്കുന്ന വനിതകളെ, ഇങ്ങനെയൊക്കെയുള്ള വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമായി നമ്മുടെ നാട്ടിൽ മാറാൻ മെയിൻ പ്രശ്നം നമ്മളുടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള നമ്മുടെ ഫിലോസഫി തെറ്റായതുകൊണ്ടാണ്. ആ ഫിലോസഫി നമ്മൾ കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാൻ എനിക്കറിയാം. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെവി പൊത്തണ്ടി വരും ഞാൻ പറയുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ പറഞ്ഞതിനകത്തെ പൊരുൾ നിങ്ങളിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഗുണമാവും എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന്, എന്തിൽ നിന്ന്? ഫ്രീഡം ഫ്രം, ദാറ്റ്സ് ഓൾ വാട്ട് വി സ്റ്റോപ്പ്, റൈറ്റ്?
ഫ്രീഡം ഫ്രം സമ്മൺ, ഫ്രീഡം ഫ്രം സംതിങ്. ഇവിടെ കോളേജിൽ നിന്ന് ഫ്രീഡം വേണം, വീട്ടിൽ നിന്ന് ഫ്രീഡം വേണം, രാജ്യത്ത് നിന്ന് ഫ്രീഡം വേണം, സാമ്രാജ്യ ശക്തികളിൽ നിന്ന് ഫ്രീഡം വേണം. Then my question is, freedom for what? ഫ്രീഡം ഫ്രം നമ്മൾ പറയും, ഫ്രീഡം ഫോർ. എന്തിനാണ് സ്വാതന്ത്ര്യം? അതാണ് നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. എന്തിനാണ് സ്വാതന്ത്ര്യം? നമുക്ക് എന്തു ചെയ്യാനാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടത്? ആ രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ നമ്മൾ പകച്ചു പോകും. കാരണം ഈ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയുന്നിടത്താണ് നമ്മൾ വരുന്നത്. നിങ്ങൾക്കറിയാവുന്നറിയില്ല, ഈ മുസോളിനിയുടെ ആര്യ രക്തത്തിന് പരിശുദ്ധി കൽപ്പിച്ചിരുന്ന ഹിറ്റ്ലറിനെയും നാഷണലിസ്റ്റ് സ്പിരിറ്റിനെ കത്തിക്ക് ജ്വലിപ്പിച്ചിരുന്ന മുസോളിനിയൊക്കെ നിരാകരിച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നമുക്ക് ഉണ്ടാകേണ്ട സ്പിരിറ്റ് ഐക്യത്തിൻ്റെതാണ്. ഉൾക്കൊള്ളാൻ പഠിക്കണം. ബലിഷ്ഠമായ എന്താ പറയുക, ഈ സാമ്രാജ്യത്വ ശക്തികൾ എന്നുള്ളതൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിക്കും, 3 കോടി 4 കോടി ആൾക്കാരുള്ള ബ്രിട്ടൻ കാണിച്ചിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് 100 കോടിക്കധികം ആൾക്കാരുള്ള ഇന്ത്യക്കാർ കാണിച്ചാലോ ഈ ലോകം ഉണ്ടോ? നമ്മുടെ സംസ്കാരത്തിൽ തന്നെ ഇൻക്ലൂഷൻ ഉണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു മഹത്തരമായ സംസ്കാരമുണ്ട്. അതിനെ പരിപോഷിപ്പിച്ച് ആദ്യം നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ നോക്കുക. ആ ഉൾക്കൊള്ളലിൽ, ആ ഇൻക്ലൂഷനിൽ മറ്റുള്ളവരെയും കൂടി അപരനെന്റെ നരകമാണെന്ന് കാണാതെ അപരനും കൂടെ കൂടിയതാണ് എന്റെ സ്വർഗമെന്ന് കാണുന്നിടത്ത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അർത്ഥം വരും. നമ്മൾ കുറച്ചുകൂടി ആത്മാർത്ഥമായി കാര്യങ്ങളിലേക്ക് ചിന്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഗാന്ധിജിയുടെ മൂവ്മെന്റ്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഖിലാഫത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെന്റ് ഗാന്ധിജി തുടങ്ങി. ഖിലാഫത്ത് എന്ന് പറഞ്ഞ മൂവ്മെന്റ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞേ. ആ കാലമൊക്കെ കഴിഞ്ഞിട്ട് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു വന്നു. അതെന്താന്ന് പറയാമോ? കുറെ മുമ്പാന്നറിയാം. ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഇന്ത്യൻ, ഇന്ന് സിന്ധു സാർ എന്നോട് പറഞ്ഞത് ഖിലാഫത്തിനെ കുറിച്ച്, ഖിലാഫത്ത് മൂവ്മെന്റ് ഒക്കെ നമ്മുടെ ഇവിടെ നടന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ പോയിന്റ് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പ്രിയപ്പെട്ട മക്കളെ ശരിക്കും ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു സാധനമൊന്നുമല്ല. ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? തുർക്കിയില് മുസ്ലിമുകളുടെ തലവനായിരുന്ന ഖലീഫയെ പുറത്താക്കിയതിന്റെ പേരിൽ, എനിക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, തുർക്കിയിലെ ഖലീഫയായിരുന്ന ആഗോള മുസ്ലിമുകളുടെ ഹെഡായിരുന്ന ആളെ പുറത്താക്കിയതിന്റെ പേരിൽ ലോകം മുഴുവൻ നടന്നിരുന്ന ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിനെ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ ഈ ഖിലാഫത്ത് മൂവ്മെന്റും ഇവിടെ നടത്തണം എന്ന് ഗാന്ധിജി പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഒറ്റൊരു കാരണമേ ഉള്ളൂ. ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ മാത്രമല്ല, മുസ്ലിമുകളും എല്ലാവരും കൂടി നമ്മൾ ഒന്നിച്ചു വരണം. അവരുടെ പ്രശ്നവും കൂടി ഞങ്ങളുടെ പ്രശ്നമാവണം. ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അവരുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ പ്രശ്നമാകണം എന്ന് പറയുന്ന ഇൻക്ലൂസീവ് തോട്ട്. അതായത് ഗാന്ധിജിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ അത്രയും പ്രശസ്തമായി മാറിയത്. അതല്ലാതെ അതൊരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമല്ല, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതായിരുന്നു. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള, മതത്തിന്റെ പേരിൽ ഡിവൈഡ് ചെയ്യാത്ത, രാഷ്ട്രീയത്തിന്റെ പേരിൽ ഡിവൈഡ് ചെയ്യാത്ത, ഏക മനസ്സോടുകൂടി പോകാത്തിടത്തോളം കാലം പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ വികസനം സാധ്യമല്ല. അത് സാധിക്കണമെങ്കിൽ അത് ഇവിടെ നിന്ന് തുടങ്ങണം. നമ്മൾ ഓരോരുത്തരിൽ നിന്ന് തുടങ്ങണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊള്ളാൻ പഠിക്കണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പഠിക്കണം. ഈ സഹകരണമാണ് നമ്മുടെ നാടിന് ആവശ്യം. അങ്ങനെ വരുമ്പോൾ നമുക്കും വികസിത രാജ്യം എന്ന ആ വലിയ സ്വപ്നത്തിലേക്ക്, സ്വാഗതത്തിലേക്ക് പറഞ്ഞതുപോലെ ആ വലിയ സ്വപ്നത്തിലേക്ക് ഈസി ആയിട്ട് നടന്നെടുക്കാൻ പറ്റും. അപ്പോ നാഷണൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ കൂടെയുള്ളവരെ കരുതുന്നതും കൂടിയാവും. ഒരു കരുതലിന്റെ സ്വാതന്ത്ര്യം, ഒരു ഇൻക്ലൂഷന്റെ സ്വാതന്ത്ര്യം. ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കണം. അത് നമുക്ക് സാധിക്കും. ഇപ്പോൾ നമ്മൾ കളിചിരിയായിട്ട് കടന്നു പോകുന്ന ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എന്ത് സന്ദേശങ്ങളെയും കളിചിരിയോടുകൂടി നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ ട്രസ്റ്റ് മീ, ഞങ്ങൾക്കൊക്കെ പ്രായമായി, 40 വയസ്സായി എനിക്ക്. ഓക്കെ, അപ്പോൾ ബാക്കി നിങ്ങളൊക്കെ വരുന്ന തലമുറയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിഞ്ഞ് കണ്ട് നിങ്ങൾ ജീവിച്ചുകൊള്ളുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെയും ഉൾക്കൊള്ളാൻ പഠിക്കുക. രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ ചോദ്യങ്ങളെയും, ഓരോ എന്താ പറയുക, മെയ്ഡ് ന്യൂസുകളെയും, നമ്മൾ പറയുന്നത് കസ്റ്റം മെയ്ഡ് ന്യൂസുകളെയും
പടച്ചുവിടുന്ന ഓരോ രാഷ്ട്രീയ തന്ത്രങ്ങളെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ നാട് ദുഃഖിക്കും. നമ്മുടെ നാടിൻ്റെ ദുഃഖം എന്ന് പറയുന്നത് നാളെയുടെ വാഗ്ദാനങ്ങളായി വളർന്നു വരുന്ന നിങ്ങളുടെ ദുഃഖങ്ങളാണ്, നിങ്ങളുടെ പരാജയമാകും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ അനുഭവം നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ സ്വാതന്ത്ര്യവും ഒരു ഓർമ്മപ്പെടുത്തലായി കടന്നു പോകട്ടെ. എനിക്കറിയാം ആവേശത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ അതിനപ്പുറത്ത് അതിനകത്തൊരു ഒളിഞ്ഞിരിക്കുന്ന ഒരു പൊരുള് കുറച്ചു പേർക്കെങ്കിലും എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ലേ? കുറച്ചെങ്കിലും. ഓക്കെ, അതിനോ ബട്ട് അതായിരിക്കണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുൾ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ.